അനീഷായിരുന്നു എന്റെ മനസ്സിലെ വിന്നർ. അനീഷ് നല്ല ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ആളായിരുന്നു. ലാലേട്ടൻ എല്ലാ പ്രാവശ്യവും റൈറ്റ് സൈഡിലേക്കാണ് ആളെയാണ് കൈ പൊക്കാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം കൈ പൊക്കിയത് ലെഫ്റ്റ് സൈഡ്. അപ്പൊ അത് നിങ്ങള് എന്തൊക്കെയാ നടക്കുന്നത്, ഇപ്രാവശ്യം എല്ലാം നമ്മള് വിചാരിച്ച പോലൊന്നും അല്ലല്ലോ നടന്നിരിക്കുന്നത്. എല്ലാം PR-ന്റെ പവർ. അതുപോലെ തന്നെ അനുമോള് കൂടെ നിന്ന് ആരുടെയും ബാക്കിയിട്ട് കുത്തിയിട്ടില്ല, ആരെയും വിഷമിപ്പിക്കാതെയാണ് ഗെയിം കളിച്ചത്. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ? എനിക്ക് ഒന്നും പറയാനില്ല. അനുമോളായി, കപ്പായി, PR ആയി, എന്താന്ന് വെച്ചാൽ ആവട്ടെ. എന്ത് പറഞ്ഞാലും ആളുകൾ പറയാൻ പോകുന്നത് അസൂയാണെന്നായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച ആള് തന്നെയാണോ വിന്നറായത്? ഈ ചോദ്യം ഞാൻ കേൾക്കാത്ത പോലെ നടക്കാണ്. അനുമോൾ പറയുന്നത് അനുമോൾക്ക് അങ്ങനെ ഇവിടെ വന്നിട്ടാണ് പാചകമൊക്കെ പഠിച്ചത്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കുറേ കുക്കറി ഷോയുടെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഓടുന്നുണ്ട് കിടന്ന്. എനിക്കറിയില്ല ഏതാണ് സത്യം, മനു പറയുന്നതിൽ ഏതാണ് കള്ളം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഗൈസ്. അനു തെറ്റ് സമ്മതിച്ചു. അനു അങ്ങനെ പറഞ്ഞത് തെറ്റായി പോയി. ആദില, നൂറ അവരെല്ലാരും കൂടെ ശൈത്യ കൂടി ഇരുന്നപ്പോൾ പറഞ്ഞതാണ് നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലാന്നുള്ള കാര്യം. അനു സമ്മതിച്ചു, ഷാനവാസ് സമ്മതിച്ചു. സോ ഞാൻ വിജയിച്ചു. പിന്നെ മസ്താനി എന്റെ അടുത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെയൊക്കെ അച്ഛന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കേട്ടോണ്ട് നിൽക്കുമോ? ഇപ്പൊ ഞാൻ കൈവെക്കത്തില്ലേ? അപ്പനെ പറഞ്ഞ ഏത് പെമ്മക്കളാണേലും അമ്മക്കളാണേലും പൊള്ളും. പ്രത്യേകിച്ച് ജോലിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇനി ഇവിടം വരെ. ഈ ഇടയിട്ട് അപ്പാനിനെ ചേർത്തുകൊണ്ട് ചേച്ചിയുടെ പേരിൽ കുറെ അലിഗേഷൻസ് ഒക്കെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? അതിനുള്ള ക്ലാരിറ്റി നമ്മൾ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ചെന്നപ്പോൾ കൊടുത്തില്ലേ? എന്നാലും ഇപ്പോ കുറെ പേര് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇതാണ് ചർച്ച. അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു ആരോപണം ആദ്യമായിട്ട് ഉന്നയിക്കുന്ന ആള് അനുവാണ്. അനു കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു അങ്ങനെ ഒരു കാര്യമില്ല എന്നുള്ളത്. അത് എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. പിന്നെ രണ്ടാമത് പറഞ്ഞ ആള് ഷാനവാസാണ്. ഷാനവാസും നമ്മുടെ ഹൗസിൽ നിന്ന് നമ്മൾ എല്ലാവരും പൈ പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് സോറി, വെറും ഒരു ഗെയിമിന് വേണ്ടി മാത്രമാണ് ഞാൻ അപ്പാന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലാന്നുള്ള കാര്യം ഞാൻ ഉറപ്പാണ് സമ്മതിച്ചു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? അതുപോലെ തന്നെ അനീഷ് ഒരു നല്ല ഗെയിമർ അല്ലായിരുന്നു? തീർച്ചയായും അനീഷ് ഭയങ്കര മികച്ചൊരു, ആരോടും മോശമൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. പുള്ളിക്കാരന്റെ സ്റ്റാൻഡിൽ നിന്നാണ് കളിച്ചിരുന്നത്. അപ്പൊ ഇത് ഒരു അൺഫെയർ ആയിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടോ? അതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ അനീഷായിരുന്നു എന്റെ മനസ്സിലെ വിന്നർ. അനീഷ് നല്ല ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ അനുമോള് കൂടെ നിന്ന് ആരുടെയും ബാക്കിയിട്ട് കുത്തിയിട്ടില്ല, ആരെയും വിഷമിപ്പിക്കാതെയാണ് ഗെയിം കളിച്ചത്. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ? എനിക്ക് ഒന്നും പറയാനില്ല. അനുമോളായി, കപ്പായി, PR ആയി, എന്താന്ന് വെച്ചാൽ ആവട്ടെ. എന്ത് പറഞ്ഞാലും ആളുകൾ പറയാൻ പോകുന്നത് അസൂയാണെന്നായിരിക്കും. സോ എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാനേ താല്പര്യമില്ല. അതുപോലെ അപ്പാനിയായിട്ട് ഒന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോ ആളുകൾക്ക് അതിനൊരു ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റി ഇല്ലാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റീ എൻട്രിക്ക് ഞങ്ങൾ അല്ല, ഞാൻ വേറെ ഒരു കാര്യം ചോദിച്ചിട്ടെ. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ പരസ്പരം നടക്കുന്നതും അതും ഇതൊക്കെ ഒരു വീഡിയോ വരുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് PR-കാരാണോ ഓരോന്ന് ഉണ്ടാക്കി പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതിന് ആദ്യം തുടക്കം വിട്ടത് ആരാന്ന് ചേച്ചിക്ക് അറിയാം, മറ്റുള്ളവർക്ക് അറിയാം. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിനെല്ലാത്തിനും തുടക്കം ഇട്ട ഒരാളായിരിക്കും. ഈ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ്സ് നിങ്ങൾ നോക്കി, നമ്മൾ ജസ്റ്റ് കമന്റ്സ് വായിച്ചിട്ട് അവർ ആ പേജ് നിങ്ങളൊന്ന് കയറി നോക്കണം. ഒരു ഫോളോവേഴ്സോ ഒരു ഫോട്ടോ ഉണ്ടാവില്ല, ഇല്ലാത്തൊരു പേജാണ്. ദാറ്റ് മീൻസ് നമുക്ക് എന്താ പറയുക, ഒരാളെ കുറിച്ച് എന്തെങ്കിലും കമന്റ് ഇടാൻ വേണ്ടി വരുമ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിക്കുക. അതിപ്പോ എന്നെ മാത്രമല്ല എല്ലാവരെയും കുറിച്ചും. കാരണം ഇതിനകത്ത് ഇതിന് സത്യം ഉണ്ടോ എന്നുള്ള കാര്യം, എന്താണ് ഇതിന്റെ പിന്നിലെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി ആലോചിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണിത്. ഫുൾ PR ആണ്, ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വരുന്നുള്ള കാര്യം അല്ലെങ്കിൽ കമന്റ് വരുന്നുള്ള കാര്യം നമുക്കറിയാം. തീരാവുന്ന കാര്യമുള്ളൂ. അനീഷിന്റെ പ്രതികരണം എന്തായിരുന്നു? അനീഷ് ഭയങ്കര ഓക്കെ ആയിരുന്നു. അനീഷ് ഓക്കെ ആയിരുന്നു. സങ്കടമുണ്ടോ പുള്ളിക്ക്? ഇല്ല. അനീഷ് ഇപ്പൊ വരുമല്ലോ, നിങ്ങൾ നേരിട്ട് ഞങ്ങൾ കാണുമ്പോൾ അനീഷ് ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോ എങ്ങോട്ടേക്കാ, വീട്ടിലേക്കാണോ? നേരെ ചാച്ചനും അമ്മയും പുറത്ത് വെയിറ്റിംഗ് ആണ്. നേരെ നമ്മള് ലാലേട്ടൻ എല്ലാ പ്രാവശ്യവും റൈറ്റ് സൈഡിലേക്കാണ് ആളെയാണ് കൈ പൊക്കാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം കൈ പൊക്കിയത് ലെഫ്റ്റ് സൈഡ്. അപ്പൊ അത് നിങ്ങള് എന്തൊക്കെയാ നടക്കുന്നത്? അൺഎക്സെപ്റ്റഡ് ആയിരുന്നു. ഇപ്രാവശ്യം എല്ലാം നമ്മള് വിചാരിച്ച പോലൊന്നും അല്ലല്ലോ നടന്നിരിക്കുന്നത്. സോ അറിയില്ല എന്താണ് ഇത്, എല്ലാം PR-ന്റെ പവർ. അതുപോലെ തന്നെ ലാലേട്ടൻ എല്ലാ പ്രാവശ്യം വീഡിയോഗ്രാഫ് നോക്കിയിട്ടാണ് ആളെ പ്രഖ്യാപിക്കണേ. പക്ഷെ ഇപ്രാവശ്യം ഒരു സ്വയം ഒരു ഇതില് കൈപൊക്കി. പണിയല്ലേ ബ്രോ, നമുക്ക് എന്ത് പറയാൻ പറ്റും? എല്ലാം അവര് തീരുമാനിക്കുന്നു, അവർ ചെയ്യുന്നു. നമുക്കൊന്നും നമ്മളിതിൽ പറയാൻ ആരും അല്ലല്ലോ. ഓക്കെ, നിങ്ങൾ ആഗ്രഹിച്ച ആള് തന്നെയാണോ വിന്നറായത്? ഈ ചോദ്യം ഞാൻ കേൾക്കാത്ത പോലെ നടക്കാണ്. തീർച്ചയായിട്ടും അനീഷ് നല്ലപോലെ കളിക്കുന്ന ആളായിരുന്നു.
ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലാണെങ്കിലും ഭൂരിഭാഗം പേര് പറയണ അനീഷിന് കിട്ടണമെന്ന്. വളരെ കുറച്ച് ചുരുങ്ങിയ പേര് മാത്രമാണ് പറയുന്നുള്ളത് അനുമോൾക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ. അപ്പൊ അത് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച്. എന്തായാലും ഇപ്പൊ കഴിഞ്ഞില്ലേ, ഗെയിം കഴിഞ്ഞു, വിന്നർ അനൗൺസ് ചെയ്തു. ഇപ്പൊ നമ്മള് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ അനുമോളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തതെന്നാണ് അമ്മമാരും അതുപോലെ തന്നെ കുറേ ആൾക്കാരും പറയുന്നത്. അനീഷയുടെ സ്ട്രഗിൾ ചെയ്തിട്ടില്ലെന്നും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയണത്? സത്യത്തിൽ ഞാനൊന്നും പറയുന്നില്ല ഇതിനെക്കുറിച്ച്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ. അപ്പം വീട്ടിലിരുന്ന് കാണുന്ന അമ്മമാർക്ക് അറിയത്തില്ലല്ലോ അതിനുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നൊക്കെയുള്ള കാര്യം. എന്ന് വെച്ചാൽ മാനിപ്പുലേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇങ്ങനെയുള്ള അമ്മമാരെയും അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെയും കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട് PR ഭയങ്കര കഴിവുണ്ട്. അനുവിന്റെ പല വീഡിയോസ് ഇപ്പൊ ഒരു PR ഉണ്ടെങ്കിൽ നമുക്ക് കപ്പെടുക്കാം. ഏത് ദുഷ്ടനെ വേണമെങ്കിലും പാവമാക്കാൻ വേണ്ടി PR പറ്റും, സോഷ്യൽ മീഡിയക്ക് പറ്റും. ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാട്ട് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സീൻസ് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നില്ലേ? അതുപോലെ തന്നെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അത്യാവശ്യം ഒരു പോസിറ്റീവായിട്ടായിരുന്നു ഇറങ്ങി വെച്ചത്. ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഇപ്പൊ നെഗറ്റീവായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതിന്റെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇതില് ബാക്കിൽ ആരെങ്കിലും എന്തെങ്കിലും കളിച്ചിട്ടുണ്ടോ? ഏത് രീതിയിൽ ഇതില് സംഭവിച്ചു? എനിക്ക് റിയാക്ട് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള 2 കാര്യങ്ങൾ ഞാൻ പ്രതികരിച്ചു. ആ പ്രതികരണം രണ്ടും, അതായത് എനിക്ക് ഷാനവാസിന്റെ അടുത്തും അനുവിന്റെ അടുത്തും സംസാരിക്കണം, ഈ അപ്പാനിയുടെ ഒരു കേസ് അത് ഞങ്ങൾ തമ്മിൽ ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഭയങ്കര ക്ലിയർ ആയിട്ട് ആൾക്കാരെ ഞങ്ങൾ തമ്മിൽ ഒന്നും ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സോ ആൾക്കാരൊന്ന് ബോധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അനുവിന്റെ അടുത്ത് ഡയറക്റ്റ് സംസാരിച്ചു. അനു തെറ്റ് സമ്മതിച്ചു. അനു അങ്ങനെ പറഞ്ഞത് തെറ്റായി പോയി. ആദില, നൂറ അവരെല്ലാവരും കൂടെ ശൈത്യായി കൂടി ഇരുന്നപ്പോൾ പറഞ്ഞതാണ് നിങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്നുള്ള കാര്യം അനു സമ്മതിച്ചു, ഷാനവാസ് സമ്മതിച്ചു. സോ ഞാൻ വിജയിച്ചു. പിന്നെ മസ്താനി എൻ്റെ അടുത്ത് നിങ്ങളത് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെയൊക്കെ അച്ഛന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കേട്ടോട് നിൽക്കുമോ? ഇതിനെ കൈവെക്കത്തില്ല. അത് ഒരു പ്രാവശ്യമല്ല, ഇന്റർവ്യൂവിന് പുറത്തും സംഭവിച്ചു, അകത്ത് സംഭവിച്ചു. അപ്പൊ അവിടെയുള്ള ഞാൻ പ്രതികരിച്ചു പോയി. അപ്പനെ പറഞ്ഞ ഏത് പെമ്മക്കളാണേലും അമ്മക്കളാണേലും പൊള്ളും. പ്രത്യേകിച്ച് ജോലിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ടാണ് എന്നെ ഇവിടം വരെ പുറത്ത് മസ്താനിനെ വെളുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ്. ആൾക്കാർക്ക് എന്തായാലും മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിങ്ങനെ കമന്റ്സ് നെഗറ്റീവ് പറഞ്ഞ സമയത്ത് സ്വന്തം എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നത്. ഉത്തരം ഇല്ലാത്തതുകൊണ്ടാണ് മിണ്ടായിരുന്നല്ലേ? മസ്താനി ഇതിനകത്ത് ഇങ്ങോട്ട് വന്നാണ് മിണ്ടാൻ വേണ്ടി വരുന്നത് ആദ്യമേ. അത് കഴിഞ്ഞാൽ മസ്താനിക്ക് തിരിച്ചു പറയാൻ ഒന്നുമില്ല. കാരണം മസ്താനിന്റെ ഭാഗത്ത് തെറ്റാണ്. ആ വീട്ടിൽ എല്ലാവരും കൈയടിച്ചു. അതൊരു പ്രശ്നം ഉണ്ടാക്കിയതല്ലേ പുള്ളിക്കാരി ഇങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിരുന്ന എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് കാര്യങ്ങൾ ചോദിച്ച് അതിനെ കുറിച്ച് സംസാരിച്ച് ലാസ്റ്റ് എന്നെ ട്രിഗർ ചെയ്തപ്പോഴാണ് എനിക്കിത് ചോദിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ചോദിച്ച് മേടിച്ചല്ലേ, വല്ല കാര്യം ഉണ്ടായിരുന്നു? മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഞാൻ പോയാനെ. പിന്നെ എനിക്കറിയത്തില്ല, ആൾക്ക് ചിലപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ വെളുപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി അതിനുശേഷം മസ്താനി സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ ആളുകൾ മസ്താനിയുടെ സഹതാപം തോന്നും. അതുപോലെ തന്നെ അനുമോൾ അവിടെ ഫുഡ് ഉണ്ടാക്കി എല്ലാവരും കൺവിൻസ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കൂല പല രീതിയിൽ പല സമയത്തും പറഞ്ഞിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താണ് രുചിയുണ്ടോ? എനിക്കറിയത്തില്ല. അനുമോള് ഫുഡ് സൂപ്പറാണ്. അനുമോള് ഭയങ്കര ടേസ്റ്റിയാണ് അനുമോള് ഫുഡ് എല്ലാം. ഞാൻ കഴിച്ചു, തോരൻ കഴിച്ചു, കിഴങ്ങറി കഴിച്ചു, എല്ലാം നല്ലതാണ്. അതെനിക്കറിയാം. കുക്കിംഗ് അറിയാത്ത ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നല്ലപോലെ കുക്കിംഗ് അറിയുന്ന ഒരാളാണ് അനുമോൾ. മുൻഷി രഞ്ജിത്തും കൂടെ അവിടെ നിൽക്കുമ്പോഴാണ് അനുമോൾ പറയുന്നത് അനുമോൾക്ക് അങ്ങനെ ഇവിടെ വന്നിട്ടാണ് പാചകമൊക്കെ പഠിച്ചത്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കുറേ കുക്കറി ഷോയുടെ വീഡിയോസ് ഒക്കെ ഇപ്പൊ ഓടുന്നുണ്ട് കിടന്ന്. എനിക്കറിയില്ല ഏതാണ് സത്യം, മനു പറയുന്നതിൽ ഏതാണ് കള്ളം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഗൈസ്. പിന്നെ അനുമോള് നമ്മള് ഇന്നലെ ചെന്ന് നമുക്കൊരു പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു, ബിഗ് ബോസ് ആഫ്റ്റർ പാർട്ടിക്ക്. ഒരുപാട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഇനിയിപ്പോ കാണാൻ പോകണം. ഉറപ്പായിട്ടും ചോദിക്കാം, വീടല്ലേ. എല്ലാരും ചോദിച്ചെന്ന് പറയാം കേട്ടോ. നിങ്ങൾ നേരിട്ട് ചോദിച്ചോ. അനുമോക്ക് കപ്പ് കിട്ടിയെങ്കിലും അത് അവസാനം വേണ്ടാത്തൊരവസ്ഥ വരുമോ? അറിയില്ല. ഞാനതിനെ കുറിച്ച് അനുമോളുടെ കപ്പിനെ കുറിച്ചൊന്നും നമ്മളൊന്നും പറയുന്നില്ല. അനുവായി കപ്പായി എന്താന്ന് വെച്ചാവട്ടെ. പണിയൊക്കെ ഉണ്ട്. നിങ്ങളുടെ മസ്താനിയുണ്ട്, പിന്നെ ലക്ഷ്മിയുണ്ട്, ജിഷനുണ്ട്. കട്ട് ചെയ്യണോ? ഞാൻ നടക്കട്ടെ.